ഇവിടെ മീന് അവിടെ അള്ളാന്റെ മോനെ സാധനത്തെ ആയത്താട്ടോ. ഇത് ചൂര. മാഷാഅല്ലാ. കിടക്കണങ്ങനെ ജതി മീനില്ലേ. ഇതിനെ മോട്ടറാക്കി വിട്ടിക്കണ്. ലൈവായിട്ട് കണ്ടോളി. ഇതിന് വേണൊരു ഭാഗ്യം. അയ്യോ വലിയ മീന്. ഇക്കത് എന്ത് മീനാ ഇക്ക? പാർത്തലയൻ. ഞമ്മക്കാണെങ്കിൽ മീനൊക്കെ അമോണിയൊക്കെ ഇട്ട് ഐസൊക്കെ ഇട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ ഇടക്കണ മീനെ കണ്ടിട്ടില്ലല്ലോ, കണ്ടോളി. ഇത് ലൈവായിട്ട് ചട്ടിക്കും കയറണം, അപ്പോൾ സെറ്റ്. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ അഗട്ടി ഐലൻഡിലാണ് ഉള്ളത്. രാവിലെ അഗട്ടി ഐലൻഡിൽ ലാൻഡ് ചെയ്തതിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ഗോവ എയർപോർട്ടിൽ നിന്ന് കുറച്ച് നേരം ലാഗ് അടിച്ചിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തത്. നമ്മൾ കുറച്ച് നേരത്തെ എയർപോർട്ടിലെത്തി. അവിടെ കട്ട പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നലത്തെ ഉറക്കം കംപ്ലീറ്റ്ലി പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ ലാൻഡ് ചെയ്ത് റൂമിലെത്തി കുറച്ച് നേരം ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങി. കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എണീറ്റ് ലഞ്ച് കഴിച്ചു. അപ്പോൾ ലഞ്ച് കഴിച്ച് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ലുക്കു വന്നിട്ടുണ്ട്. ലുക്കു ഇവിടെ ഉള്ള ആൾ തന്നെയാണ് കേട്ടോ, ലക്ഷദ്വീപിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ലുക്കുവിൻ്റെ കൂടെ അഗട്ടി ഐലൻഡ് മൊത്തത്തിലൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ. ലുക്കു നമുക്കൊരു ആക്റ്റീവ സ്കൂട്ടർ ഒപ്പിച്ചു തന്നതാണ്. അപ്പോൾ ആക്റ്റീവ് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് കറങ്ങാൻ പോകുകയാണ്. മൊത്തത്തിൽ അഗട്ടി ഐലൻഡിൻ്റെ മൊത്തത്തിലൊരു കൾട്ടും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കലൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണും അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മളെ കൊണ്ട് പറ്റണ മാതിരി നിങ്ങൾക്ക് ലക്ഷദ്വീപ് നമ്മളെ വ്ളോഗിലൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അഗട്ടി ഐലൻഡ് കറങ്ങാൻ പോവുകയാണ്. ഇവിടുത്തെ ആൾക്കാരെ കൾച്ചറും മൊത്തത്തിൽ ഇവിടുത്തെ വൈകുന്നേരങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ മിക്കവാറും കാണുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരും ശ്വാസം പിടിച്ചിരുന്നോളി. അടിപൊളി കണ്ടന്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ തുടരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പോയൊക്കെ ഏതായാലും ഒരു പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെ 2 കപ്പിളൊക്കെ ഉണ്ട് നമ്മളപ്പോൾ. അപ്പോൾ അവരൊക്കെ കൂടിയാണ് നമ്മൾ പോണത്. ഓക്കെ, അഗട്ടി ഐലൻഡിൽ കൂടെ തെണ്ടാൻ ഇറങ്ങിയതാട്ടോ. ബൈക്ക് കൊടുത്താണ്ട് നമ്മളെ മുന്നിൽ നമ്മളെ ചെക്കനുണ്ട്, ലുക്കുമാനുണ്ട്. ലുക്കുമാനാണ് നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കണത്. നമുക്ക് പോയോക്കാം എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ നോക്കി നോക്കാം. ഭയങ്കര കാറ്റാട്ടോ, കടൽക്കാറ്റാണ് സൈഡിൽ നിന്ന്. അപ്പോൾ വോയിസ് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മാക്സിമം വോയിസ് കിട്ടുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ പോലും മൈക്ക് കാറ്റ് പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രയും കാറ്റുണ്ട്, നല്ല സുഖമുണ്ട്, ആസ്വദിക്കാൻ നല്ല സുഖമുണ്ട് സംഗതി അല്ലേ അജിനോ? ഏതായാലും നമ്മൾ പോയേക്കട്ടെ, അവരപ്പം ഇങ്ങനെ പോയേക്കട്ടെ. അവർക്കാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് സ്പോട്ടുകൾ അറിയുള്ളൂ. നജ്മാണെങ്കിൽ ഒരിക്കൽ ഒരുങ്ങിക്കണം കേട്ടോ. ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞാണ്ടേ ഞാൻ കാണിച്ചു തരാം. വണ്ടി നിർത്തുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരുങ്ങിക്കണമെന്നുള്ളത്. അത് 0.5 ഇട്ട് തരുമോ? 0.5 ഇട്ടിട്ട് എനിക്ക് വേണ്ട. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഒരുങ്ങിക്കണോ ഒരുങ്ങിയിട്ടില്ല. ഇനി നമുക്കൊരു തൊപ്പിയും കൂടി വരാണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ ഒരുങ്ങിക്കണോ ഒരുങ്ങിയിട്ടില്ലേ എന്നുള്ളത്. ഓക്കെ, എന്താ പോയൊക്കെ ഏതായാലും കാഴ്ചകളൊക്കെ നിങ്ങൾ തന്നെ കണ്ടോളി. നമ്മൾ കാണുന്ന ലക്ഷദ്വീപ് നിങ്ങളും കൂടി ഒന്ന് കണ്ടോക്കി. ഏത് സമാധാനം അല്ലേ? ഒറ്റ വാക്കില് ലക്ഷദ്വീപിനെ നമുക്ക് സോഫാർ വിശദീകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, സമാധാനം. അത് ഇവിടെ ഉണ്ട് എന്തായാലും. ലുക്കുമാൻ വണ്ടി ലീഡിങ്ങിലാണേ. ലുക്കുമാൻ്റെ ഫ്രണ്ടുണ്ട്. അതൊക്കെ ഇന്ന് രാവിലെ ഫ്ലൈറ്റിലില്ലേനോ? ഫ്ലൈറ്റിലുണ്ടല്ലോ, അത് ഓർമ്മല്ലേ? ഏതായാലും നമ്മൾ പോയേക്കാം. എണ്ണ കഴിഞ്ഞ് കൊടുങ്ങാതിനി ഇവിടെ പറഞ്ഞിട്ടില്ലേ ചേച്ചി? 1 ലിറ്റർ എണ്ണയ്ക്ക് ഇപ്പം 400 റുപ്യക്ക് റേറ്റ്. ഇവിടെ പെട്രോൾ പമ്പ് ഇല്ലല്ലോ ദ്വീപില്. നമ്മുടെ നാട്ടില് പെട്രോളിന് എത്ര 106 റുപ്യ ഒക്കെയാണ്.
അവർക്ക് ഒരു ബാരലിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ്. 1 ലിറ്ററിന് 400 റുപ്യ 450 റുപ്യക്കാണ് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ വേറെ ഏതോ ടീമിനെ വെയിറ്റ് ചെയ്യാണ്. അതുവരെ നമുക്ക് വണ്ടി ഇവിടെ ആൾട്ടാക്കാം. എന്തെന്താ സംഗതി? അത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആട്ടോ. നിങ്ങൾക്ക് ഞാൻ ഒന്നും കാണാൻ എനിക്കറിയില്ല. ഇതാ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ് കിട്ടി. ഓ, അപ്പോൾ അകട്ടിയിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസും കണ്ടില്ലേ? നല്ല കാറ്റുണ്ടാവും കേട്ടോ. സൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, എത്രത്തോളം വ്യക്തതയോട് കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നല്ല കാറ്റുണ്ട്. ഇപ്പോൾ ഒരാൾക്കുണ്ട് അല്ലേ, ഡയറക്റ്റ് കാറ്റ് നേരത്തെ കളിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ പറയണത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവും. പക്ഷെ നേരത്തെ പറഞ്ഞതൊക്കെ എത്രത്തോളം ക്ലിയറിൽ കേട്ടിക്കണമെന്നില്ല നമുക്കറിയില്ല. ഏതായാലും ടീം എത്തിയോ? ഓരാ ഓക്കെ, എന്നാ പോവാ. ഓല് രാവിലെ ഞാൻ ഫ്ലൈറ്റ് കണ്ടിരുന്നു. വീഡിയോ വരും, പ്രശ്നമുണ്ടോ? പ്രശ്നമല്ലല്ലോ. സ്കൂൾ ഇട്ടാ ലക്ഷദ്വീപത്ത് സ്കൂൾ ഇട്ട്. ഇവിടെ പിന്നെയുള്ള ഒരു സംഗതി എന്തേക്കാരെന്ന് അറിയോ? സ്കൂൾ ഇട്ടാൽ തൊള്ളിലൊക്കെയാണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവല്ലോ, തൊള്ളിലൊക്കെ നിൽക്കണ ചെറുക്കമാൻ. അത് ഇവിടെ ഉണ്ടാവില്ല. മാന്യമായിട്ട് പോണ ആൾക്കാരായിരിക്കും. യൂണിഫോം ഒക്കെ ഉണ്ടോ? വെറൈറ്റിയില്ലേ? ചെറിയ മക്കളെ സ്കൂളാട്ടോ. മിഡി പോലത്തെ പാൻറ്. അത് തന്നെ അത് തന്നെ. ശരി, ഞമ്മ കൊറേ ആൾക്കാർ മെസ്സേജ് അയച്ചിന്, പക്ഷെ ഒക്കെ വേറെ ഏതോ ഐലൻഡില്ല. ഹൈസ്കൂളിലെ കോളേജ് കാര്യങ്ങളല്ലേ, ബാക്കിയെല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ. അത് ശരി. ഞാൻ തന്നെ ഇപ്പൊ 11 വർഷം അവിടെ ഇന്ന് പഠിപ്പിച്ചത്. അടിപൊളി വണ്ടി വണ്ടി വണ്ടി. ഇതിലെങ്ങോട്ട്? യെസ്, ബീച്ചിന്റെ ഭാഗത്തേക്കാണല്ലോണേ. ഇന്ന് എന്തോ അനുഗ്രഹത്തിൽ നമുക്ക് മഴ കിട്ടില്ലല്ലേ? നമ്മൾ വന്നോട്ടുള്ള ഭാഗ്യം. മഴ വന്നിട്ടില്ല, നല്ല വെയില്. പടച്ചോ കണ്ടറിഞ്ഞ് കുറച്ചേരം നമ്മള് കണ്ടോളി പറഞ്ഞാണ്ട് വെയിലിട്ട് നിൽക്കണേ. ഇന്നലെയൊക്കെ നല്ല മഴ നല്ല ഇപ്പൊ പറഞ്ഞേ. ഇന്ന് നമുക്ക് മഴ ഉണ്ടായില്ല. കാറ്റായിരിക്കും ഗൈസ്. കാറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്ക എല്ലാരും. കാരണം ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോക്ക് ഞാൻ എങ്ങനെ വോയിസ് ഓവർ കൊടുക്കാം? രസായിട്ടോ. എടുത്തിറങ്ങല്ലേ എടുത്തിറങ്ങല്ലേ എടുത്തിറങ്ങ. മ്യൂസിയത്തിന്റെ ഞാൻ ചെയ്തോളാം. ഗോൾഡൻ ജൂബിലി മ്യൂസിയം അഗട്ടി. ഓക്കെ, അഗട്ടിയുടെ മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ക്യാമറ കുഴപ്പമില്ലല്ലോ. നിജം കാര്യമായിട്ട് പോയി തരിയുണ്ട്. പറ. അത് ശരി, അവിടെ ഉണ്ടോ ഇതേപോലെ?
ഓ ഇത് വണ്ടടിച്ചോ ഇതാക്കണേ ശ്രീപുര തൊടാൻ പാടില്ല. ഏതാ ഡിസ്കച്ച് അങ്ങനത്തെ സാധനം തൊടാൻ പാടില്ല. എന്താ കടലിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പൊ. അത് ശരി. അതിനല്ല പോനും പറഞ്ഞേ ഞാൻ റിപ്പീറ്റ് അടിച്ചെന്നാ. ചെമ്പ് ഉരുളി ഊട്ടുപാത്രങ്ങൾ ഒക്കെ പഴയതിട്ടോ. ഉരുളി നീട്ടിച്ചതാ. എന്താണ്? യോ പൈസപ്പെട്ടിട്ടാ, പണ്ടത്തെ പൈസപ്പെട്ടി. അമ്മിക്കല്ലാണ് തോന്നുന്നത്. ഉണ്ടോ? ആ ബുദ്ധ അതിൻ്റെ ഷേപ്പ് ഉണ്ടോ? മാൻ ദാറ്റ്സ് ഹ്യൂജ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചേ. ആദ്യം തന്നെ നമ്മൾ മ്യൂസിയം കണ്ട്. അപ്പം മ്യൂസിയത്തിലുള്ള കാഴ്ചകളെ കണ്ട് ലുക്കുമാൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ന്യൂലി മാരീഡ് കപ്പിളുണ്ട് ഞങ്ങളപ്പോൾ. ഓൾക്ക് ഹണിമൂണ്, നമുക്ക് ഹണിമൂൺ. അതിനിപ്പോൾ ഹണിമൂണിന് ഇങ്ങനെ കാലം തോന്നുന്നില്ല. അയ്യവാ, ഓ ഇതാണ് ആ സ്ഥലം. ഇത് കണ്ടില്ല? ഇത് ഞാൻ കുറേ ഇതിൽ കണ്ടിരിക്കണേ വീഡിയോയിലൊക്കെ. ആ ഒരു മെയിൻ പാലം ഉണ്ടല്ലോ ലാസ്റ്റിലെ. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇത് ഒരു മെയിൻ സ്ഥലമാണ്. ഇത് കണ്ടിട്ടില്ലേ? ഇത് കുറേ വീഡിയോയിലുണ്ടല്ലോ. അയ്യവാ ബീച്ചിന്റെ ഇത് കളറ് കാണിച്ചു കൊടുക്കേ. എന്താ ബ്യൂട്ടി ബീച്ച് കാണാൻ. ഈ ബീച്ച് മാത്രം മതി നമുക്ക്. ഇതേമാതിരി ഒരു ബീച്ചും ഇങ്ങനത്തെ കുറച്ച് കാറ്റുണ്ടെങ്കിൽ, ഈ ബീച്ചും കുറച്ച് കാറ്റുണ്ടെങ്കിലേ നാട്ടിൽ എൻജോയ് ചെയ്തിരിക്കേനെ. കുറച്ച് ചക്കന്മാരും കുറച്ച് അമ്മ വണ്ടിക്ക്. അതെന്താണ് ഒരു അബാൻഡൻഡ് ബോട്ട് എടുക്കാം. അവിടെ വെക്കണ ഒരു അബാൻഡൻഡ് ബോട്ട് നല്ല രസമുണ്ട് കാണാൻ. നല്ല കാറ്റാട്ടോ. കാറ്റ് ചിലപ്പോൾ വോയിസിൽ കൊടുക്കുമേ. എന്താണ് ഞാൻ കുടുങ്ങിപ്പോ തോന്നുന്നു. ഓക്ക് പുളിച്ചിമ കയറാനല്ലേ തൊപ്പിയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ഏറ്റടക്കണത്. അപ്പം ഇങ്ങനെ ഇത് കൊണ്ടുനടക്കാൻ കഴിയാത്തൊരു ഇത് നിൽക്കണോ? അതൊക്കെ ഈ ഷിപ്പൊക്കെ നോക്ക്. ഇവിടെ ഇതാ ഒരു ഷിപ്പ്, ഇവിടെ ഇതാ ഒരു പഴയ ഷിപ്പ്. നല്ല രസമായിട്ട് ഈ ഫ്രെയിമൊക്കെ കാണാൻ അടിപൊളി ഫോട്ടോസ് കിട്ടും. ഇതിപ്പോൾ ഓളോട് അടിപൊളി ഫോട്ടോസ് ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങ ഞാനേ കയറാം. എത്രയും നമ്മൾ ടീമിൻ്റെ ഒപ്പം കൂടട്ടെ. ഓക്കെ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്ഥലത്ത് നിന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്ലിയർ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാട്ടും നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. നല്ല നീല കളറ്. ഞാൻ ഈ സംഗതി കുറേ കണ്ടിരിക്കണ്. ഞാൻ കാനഡയിൽ ലേക്ക് ലൂയിസിൻ്റെ ഒക്കെ വെള്ളത്തിൻ്റെ കളറ് ഇതേ കളറാണ്. നമുക്ക് ഇത് കണ്ടിട്ട് വൻ പൊലിവാണ്. നമ്മളെ സെയിം വണ്ടി കൊണ്ട് തുണി നിൽക്കണേ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വണ്ടിയൊക്കെ എവിടുന്ന കൊണ്ടുവരാ? കൊച്ചിന്ന് പോയിട്ട് എന്നിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യും. ഷിപ്പിൽ കൊടുക്കും. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ MVD ഉണ്ട് അപ്പോൾ? പക്ഷെ രജിസ്ട്രേഷൻ ഇവിടുത്തെ രജിസ്ട്രേഷനോ? അല്ല അത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു സമാധാനല്ലേ? ലൈസൻസിന്റെ ആവശ്യമില്ല അല്ലേ? ഇല്ല അത് കിട്ടിയിട്ടുണ്ടാവില്ല എൻ്റെ അടുത്താ. ഇല്ല ഇവിടുത്തെ സംവിധാനങ്ങൾ വേറെയാണ്. ഒരടക്കം തലക്കൊക്കെ വരുള്ളൂ.
കച്ചറ കാര്യങ്ങളൊന്നും ഇല്ല. മീൻ പിടുത്തം കാണണ്ട. പേര് ഹസൻ. ഹസനെ കണ്ടതിൽ സന്തോഷം. ഹസൻ കോയ. ഓക്കെ. ഈ മീൻ ചത്തോ? ഇതിന് ഈ മീനിന് ജീവണ്ട്. എന്ത് ഈ മീൻ ചത്തിട്ടില്ല കേട്ടോ. മീൻ പെടക്കണ മീന് വറ്റേ. മാഷാ പെടക്കണ മീന് പെടക്ക മീനിന്റെ അപ്പോ ചോദിച്ചു തരൂ. ആ തൊപ്പി മാറിപ്പോ. നേജിമ ചൂണ്ടല്ലപ്പോ മോണ്ടീസ്കായിങ്ങാണ്ട്. ആ തൊപ്പി പാറട്ടോ. നല്ല കാറ്റാണേ. അത് കിട്ടാൻ ഒരു വകുപ്പും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് തൊപ്പിയും വേണം, മീൻ പിടുത്തം ഒക്കെ കൂടി നടക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇപ്പൊ ഇത്? അതിങ്ങനെ നീട്ടലാണ് പരിപാടി. ഞാൻ അടുത്ത ആഴ്ച പോകും ഇൻഷാല്ലാ. ഇത് കഴിഞ്ഞ് ചെന്ന് 2 ദിവസം കൂടി ഉള്ളു. അത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇല്ലെന്നും ഈ വരവിലെല്ലാം കഴിഞ്ഞു. ആ നെജ്മ മിക്കവാറും ചൂണ്ടലിട്ടാണ്ട് പാറണ പോലെയൊക്കെ. കാക്ക ചൂണ്ടലിടാ പിടിച്ചു വരിക. നേരെ പിടുത്തം. മൂപ്പര് ഇങ്ങനെ മീൻ പിടിച്ചാണ്ട് അവിടെ എവിടെയും പിടക്കണ മീനിനെ കൊണ്ടുവന്നിടുക. മറ്റന്നെ ഇവിടെ ഷോയില് മീൻ പിടുത്തത്തിന്റെ ഷോ മാത്രം കാണിച്ചു തരുന്ന നെജ്മ. എന്തിനോ വേണ്ടി മീൻ പിടിച്ച. പെരും കാറ്റാട്ടോ. തൊപ്പിയുണ്ടോ? ഓ സൂപ്പർ ആയിക്കണേ. അടിപൊളി. ആ ഞാൻ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. വീഡിയോയിലും ഉണ്ട് ഫോട്ടോയിലും ഉണ്ട്. ആ ഷോ, നെജ്മേൻ്റെ ഷോ. മീൻ പിടിച്ചാൻ അറിയില്ല എന്നുള്ളത് എൻ്റെ ചൂണ്ടൽ കൊടുത്താൽ കണ്ടറിയാം. എനിക്ക് മീൻ പിടിച്ചാൽ അറിയില്ല. കാട്ടിക്കൂട്ടാണ്. യാ പിന്നെ കിട്ടി. ഇനി മൂപ്പരെ ചൂണ്ടൽ പൊട്ടിച്ചാലേട്ടാ. പോവാ, ആയിക്കോട്ടെ, കാണാം. ഇജിമ വൻ മീൻ പിടുത്തം. ചാറ്ററിയാനൊന്നുമില്ല. ആ ഓ അല്ലെങ്കിൽ മല മറിച്ചിനി. അതിന് അര കുടിക്കിട്ടില്ല. മീൻ കിട്ടിയിട്ടില്ല പറഞ്ഞപ്പോൾ അതിന് അര കുടിക്കിട്ടില്ല എന്നൊക്കെ. ജോലി പിടിച്ചണേ കണ്ടോക്ക്. വെറുതെ ഇട്ട് അത് വെറും ഷോ ആണ്. എടുത്ത് എനക്ക് മീൻ പിടിച്ചാൽ അറിയോ? ഇതിന് സ്കില്ല് വേണം. എൻ്റെ ചേർത്ത് ഫുൾ ടീം ഇല്ലാക്കോ. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ പേര്? ഗഫൂർ. താങ്ക് യു. ആ ഓരൊക്കെ വന്നു പോയത്, നമുക്ക് വരാൻ അവസരം കിട്ടിയിട്ടില്ല. ആ ഇന്റർവ്യൂ ഉണ്ടല്ലേ? ആ അത് വീട്ടിൽ വെച്ചിട്ട് തന്നെ. ഒരു വീട്ടിലാണ്. ഇവിടെ ആദ്യമായിട്ടാ. ആ സീസൺ നല്ല സീസണിൽ നമ്മൾ നാട്ടിൽ വേണം. നമ്മൾ നാട്ടിലില്ലാതെ പ്രശ്നം. ഞാൻ പുറത്താണ്. നീ നിർത്തിയിട്ടില്ല. ഞാൻ അടുത്ത ആഴ്ച പോവും. നിർത്തിയിട്ടില്ല. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കില്ല. ചൂണ്ടല്ലപ്പം അങ്ങോട്ട് പോകരുത് കേട്ടോ. മീൻ്റെ പായൽ അങ്ങോട്ട് പോവല്ലേ. വലിയ മീനൊക്കെ കൊത്തിയിട്ട് മീൻ്റെ പായൽ പോകുമോ? ഇത് ആ ചൂണ്ടൽ ഇതിൽ കിടരുതിട്ടോ. നമുക്ക് അത്ര പറയാനല്ലോ. അതിൻ്റെ ഒപ്പം പോവല്ലേ. ബിസ്ക്കറ്റ് പോക്കാൻ പോവും. ഓള് ഷോ മാത്രമല്ലേ. ഇതാണ് ഇങ്ങനത്തെ കുറച്ച് ടീമുകളുണ്ടാവും. ഇത് ഇങ്ങനെ കാട്ടിക്കൂട്ടൽ മാത്രം നടക്കണമെന്നില്ല കുറച്ച് ടീം. അതിൽ പെട്ടതാണ് ഇപ്പോഴൊക്കെ. നെജ്മ മീൻ പിടിച്ചു. അത് കൊണ്ടുവരി കാട്ടി.
ഇത് രജിമ പിടിച്ച മീനാട്ടത്. വിരലിൻ്റെ അത്ര വലിപ്പുണ്ട്. ഇത് ചുട്ടെടുത്ത എര. ആ ഇത് അനക്കൊന്നും നടക്കൂല. അതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടാണ്ടേ അപ്പൊ തന്നെ മീൻ കൊത്തി വലിച്ചാണ് എടുത്തിച്ച് ഇങ്ങനെ ഇട്ട് വെക്കണം അവിടെ. ആ കിട്ടണ മൂപ്പര് ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലേ. എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. നീ കൊയ്ന്താട്ടിയാണ് ചൂട് കിടില്ല കേട്ടോ. മീനൊന്നും കിട്ടില്ല പറഞ്ഞാണ്ട് ഇതിൻ്റെ ഒരു കഴിവും കൂടി വേണം. മനസ്സിലാക്ക്. ഇത് വെറുതെ എല്ലാവരും കൊണ്ടും പറഞ്ഞ പരിപാടിയല്ല. എൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കേ. ആയിക്കോട്ടെ കേട്ടോ. നീ മീൻ പിടിച്ച അല്ല വീഡിയോ എടുക്കുക. ഞാൻ വെറുതെ ഇട്ടതാണ്. ഞാൻ മൂപ്പരെടുത്ത് പോയാട്ടെ. ആ പോയാട്ടെ. കേളപ്പേട്ട ചാകര കുടുങ്ങിയിട്ടുണ്ട്. ചാകര ഇവര് വലിച്ച് കയറ്റുണ്ട് കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. ഏതാ മീനാവാ. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. ഇതെവിടെ ഇവിടെയാണോ? അവിടെയൊക്കെ മീൻ. അതിൽ ഗൈസ് കണ്ടോളൂ. ലൈവായിട്ട് കണ്ടോളി. ഇതിനുമാണൊരു ഭാഗ്യം. അയ്യോ വലിയ മീന്. ഇക്കത് എന്ത് മീനാ? ഇക്ക പാർത്തലേൻ. ഞമ്മക്കാണെങ്കിൽ മീനൊക്കെ അമോണിയൊക്കെ ഇട്ട് ഐസൊക്കെ ഇട്ടായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ പിടക്കണ മീനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടോളി. ഇത് ലൈവായിട്ട് ചട്ടിക്കും കയറണം. അപ്പം സെറ്റ്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് നല്ല മീൻകറിയും കൂട്ടി ചോറുണ്ടായിരുന്നു. ഈ മീൻകറിക്ക് എന്തോ രസം എന്നറിയാമോ. അപ്പം നമ്മൾ ഈ മരുന്നും ഐസൂട്ട മീൻ ഇങ്ങനൊക്കെ ഭാവി വൻ മീൻ പിടുത്തക്കാരനാണ്. ഇപ്പം ഇതിന്മേലെ തുടങ്ങണമെന്നാണ്. ഈ മീൻ പിടിക്കാൻ പഠിക്കുക. അതും കൂടെ ആ കൊണ്ടോണൊക്കെ പടക്കണ മീനെ ആ കൊണ്ടോണേ. കണ്ടോളി. അത് അടിപൊളി. അത് പൊളിച്ചു. ധാര പോണേ മൂവ് സൗണ്ട്സ്. അത് പ്ലെയറുടെ പേരാണ് വിചാരിച്ച്. കാറ്റിൻ്റെ പവർ എത്രത്തോളം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ തെങ്ങിൻ്റെയൊക്കെ ഷേപ്പ് നോക്കിയാൽ മതി. തെങ്ങ് മൊത്തം അങ്ങോട്ടാണ് ചാഞ്ഞിക്കണ്. ഫുൾ തെങ്ങ്. പിന്നെ നമ്മൾ മനുഷ്യന്മാർ നിന്ന് അവിടെ നിൽക്കുമോ? അമ്മമാരി കാറ്റ. ആളൊക്കെ തെങ്ങ് ആ ഭാഗത്തേക്ക് ചാഞ്ഞ്. നജിമക്ക് ഫോട്ടോ കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കൊരാശ്വാസമുണ്ട്. ഫോട്ടോ കിട്ടിയിട്ടില്ല നജിമക്ക്. ഭാഗ്യം. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മളിനി എവിടെ പോണേ? കിട്ടോ? എന്നാ നോക്കി നോക്കാം. ഒരു സിനിമാറ്റിക് ഫ്രെയിം കേട്ടോ. രക്ഷയില്ല. അവിടെ ഇരിക്ക്. നല്ല ഫ്രെയിമൊക്കെയാണ്. പാറൊക്കെ ചെയ്യുന്നാലും ഫോട്ടോ എടുത്ത് തരാം. നാട്ടുകൂട്ടം വൈകുന്നേര കമ്മിറ്റി എല്ലാ സ്വറകളും പറഞ്ഞിങ്ങനെ ഒത്തിരിക്കണം. വൈകുന്നേരം ഉണ്ടല്ലോ 5 മണിക്ക് പണിയൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് നാട്ടിൽ കമ്പനിക്കാരപ്പോൾ ഒരു ഇരുത്തം. ആ ഇരുത്താണ് ഈ കാണുന്നത്. അതൊക്കെയാണ് ഒരു ഭാഗ്യം തന്നെ കേട്ടോ. അതൊക്കെ അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകട്ടോ. കണ്ട് ഇത് എങ്ങാട്ടി കൊടുത്താ അപ്പം മനസ്സിലാവും എത്രത്തോളം കാറ്റുണ്ട് എന്നുള്ളത്. എല്ലാ ചിലപ്പോൾ ഞാനീ പറയണതൊന്നും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ നല്ല കാറ്റുണ്ട്. കാറ്റിൻ്റെ അവിടെ പാറിപ്പോവും. താത്താരും കൂട്ടക്കാരും എല്ലാവരും ഉണ്ട്. നല്ല രസമല്ലേ വൈകുന്നേരം
വൈകുന്നേരം ചായ കുടിക്കാനുള്ള വൈബില്ലേ 5 മണിക്ക്, അതാണ് നിങ്ങൾ കാണുന്നത്. നേരത്തെ ഞാൻ കാണിച്ചതില്ലേ കാക്കാരൊക്കെ. ലഗൂൺ ബീച്ച് പറഞ്ഞേ. അപ്പം നമ്മൾ ലഗൂൺ ബീച്ചിനെ തന്നെയുമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയോക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ എനിക്ക് തോന്നുന്നു മീൻപിടുത്തക്കാരെ ബോട്ടൊക്കെ ഇവിടെ കേട്ടോ. ആ ബോട്ടൊക്കെ നമുക്ക് നല്ല ഭംഗിയില്ലേ. മാഷാ അല്ലാഹ്. അടിപൊളി അടിപൊളി. എല്ലാരും കപ്പിൾ ടീമാട്ടാ. എല്ലാരും കപ്പിൾ ടീമാണ് അറിയാം. ചെക്കന്മാര് ഫുട്ബോള് അവിടെ അത് കാട്ടി കൊടുക്കുക. അതാണ് മൂഡ്. ലക്ഷദ്വീപിന്റെ പ്ലേയേഴ്സ്. ലക്ഷദ്വീപിന്റെ പ്ലേയേഴ്സ് കാറ്റിന് ഒരു ഇതിട്ടേക്കണൊക്കെ മറ ഇട്ടേക്കാണ്ട് കാറ്റിനെ കുറച്ച് തടുക്കുക. കാറ്റിനൊരു മറ ഇട്ടേക്കാണ്ട് കാറ്റിനെ തടുക്കാൻ അവിടെ കാക്കാരി ഇരിക്കണുണ്ട്. ഉറപ്പല്ലേ? ഇമാതിരി കാറ്റില് മേത്തുന്ന തുണി തന്നെ ഊരി പോവും. അമ്മാതിരി കാറ്റ്. ലഗൂൺ ബീച്ച് അല്ലേ പറഞ്ഞേ? ഇവിടെയും കുറെ തെങ്ങ്, വളഞ്ഞ തെങ്ങ്. അതാണ് ഏറ്റവും നല്ലത്. ഇജ്ജാതി കാറ്റത്ത് നല്ല അതേനി. അതാകുമ്പോ ഒരു മഴ ഉണ്ടാവും. ഇതൊന്നായിട്ട് കാറ്റ് കയറല്ലേ. നമ്മളിതിൽ ഇവിടെ ഇതൊരു ബീച്ച് കേട്ടോ. അർത്ഥം കണ്ട പോലെ അവിടെയും കുറച്ച് മീൻപിടുത്തക്കാരുണ്ട്. നമ്മളിതിലെ പോന്നു. കോൾഡ് സ്റ്റോറേജ് കഴിച്ച മീനിനെ കണ്ടില്ലേ? ആ കാക്കാര് മീൻ പിടിച്ചിട്ടില്ലേ? പൂതിയാക അതിനെ കറി വെച്ച് തിന്നാം. ലൈവ് മീന്. അത് മൂട്, അത് വൈബ്. ആ ചായ ഇവിടെ ഇറങ്ങിയൊരു ചായ കുടിച്ച് ഏടാ മോനെ. ഇടക്കിടക്ക് ഒന്ന് ലക്ഷദ്വീപ് വരുമാണ് കേട്ടോ. ഇടക്കിടക്ക് ഒന്ന് ലക്ഷദ്വീപിൽ വരും വേണം. അപ്പോഴേ സമാധാനം കിട്ടുള്ളൂ. ആ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിക്ക് തന്നെ വരും. ഇത് മൈക്കില്ല അല്ലേ? മൈക്ക് എനിക്ക് തരാം കേട്ടോ. നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പം നമ്മൾ അടുത്ത ബീച്ചിൻ്റെ അടുത്തെത്തിയെന്ന് തോന്നുന്നു. ഇതന്നെയാണ് തോന്നുന്നത്. പോയേക്കാം. BMW ലഗൂൺ ഗ്രിൽ ഫിഷ് അവൈലബിൾ. ഇതാണ് ലഗൂൺ ബീച്ച്. ഓക്കെ. ഇതെങ്ങനെ കേൽപ്പത്ത് വണ്ടി കൂടെ എത്തി? സെക്കൻഡ് എടുക്കും. ഓക്കെ. അതോടെ നിൽക്കൂലേ? സീനിട്ടോ ഈ വിഷ്വല്. ഒരു സിനിമാറ്റിക് മൂഡ് വിഷ്വല്. ആയിക്കൂടെ ഞാൻ നടക്കണം. മോട്ടർ എങ്ങാണ്ട് വ്ളോഗിലാട്ടോ അതൊക്കെ നടക്കണേ. വണ്ടിയൊക്കെ എല്ലാ കാര്യത്തിലും നല്ല രസമുണ്ട് വിഷ്വല്. ഇങ്ങനെ വൈഡ് ആംഗിൾ എടുത്തിട്ട് സിനിമാറ്റിക് ടച്ച് ഉണ്ട്. ഇതൊരു സിനിമയിലൊക്കെ വയ്ക്കണ പോലെ. ഇല്ല ഞാൻ ഇങ്ങനെ മോട്ടറാക്കി വിട്ടിക്കണ്. ഏതാ ബീച്ച്? നജ്മ എസ്തെറ്റിക് ഉണ്ടാക്കാൻ പോയതാട്ടോ. കാലിൻ്റെ ഒക്കെ ചേരും പോലെ കണ്ടില്ലേ? ആകെ ഉപ്പും വെള്ളം ഒട്ടി. ഇപ്പൊ പൊലിവൊക്കെ മാറിയില്ലേ? ഇപ്പോഴും ഫോട്ടോ കിട്ടിയിട്ടില്ല. ഒരു 50,000 ഫോട്ടോ 500 റീൽ എടുത്തേക്കണേ. ഇപ്പോഴും ഫോട്ടോ കിട്ടിയിട്ടില്ല എന്നാണ് ഓളെ കംപ്ലൈൻറ്റ്. എങ്ങനെ പിന്നെ ഇവിടെ കൊണ്ടൊരു ഭാഗത്തേക്ക് പോരാ? വേറെ ഒന്നുണ്ട്. ഇത് കണ്ട ആർക്കാണെങ്കിലും ഫോട്ടോ എടുക്കാൻ നിർത്താൻ തോന്നൂല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്.
എല്ലാവരും ഫോട്ടോ എടുക്കലാണ്. എന്ത് ആ അടിപൊളി അല്ലേ? അവിടെ കുട്ടികൾ നീന്തി കളിക്കണേ. ഇത് കുറച്ച് വലിയ ലെങ്ത് ഉള്ള ബ്രിഡ്ജാണല്ലോ. നൈസ് നൈസ് നൈസ്. അള്ളാ എന്താ JCB യോ? അള്ളാ മഴ ചെയ്യുന്നുണ്ടല്ലോ. മഴ പൊളിഞ്ഞാടുണ്ട്. അവിടുന്ന് ഇവിടെ മഴ വരുന്നുണ്ട്. ആ നെജിമാക്ക് കുഴപ്പമില്ല. നെജിമ നനഞ്ഞിക്കണെന്ന് അറിയണേ. ഈ വണ്ടിക്ക് ബ്രേക്കും ഇല്ല. സ്വീപ്പാക്കല്ലേ ആൾക്കാരുടെ ഓടിക്കോ. ആകെ എല്ലാവർക്കും കേറിക്കാനുള്ള സ്ഥലം ഇത് മാത്രമായിരിക്കും. യെസ് ഈ ഒരു പോർട്രേറ്റ് എടുക്കോ? മൂപ്പര് മീനിനെ കയറ്റാട്ടോ. കാട്ടിലൊന്ന് മീനിനെ കയറ്റാൻ കാട്ടളി. കണ്ടോളി വിട്ടോളെ കണ്ടോളി. ഇത് കൊറേ ദൂരത്താട്ടോ. കാണണ്ടോ? ഓ അതാണ് വലിച്ചണല്ലേ. ഹൈറ്റ് ഒക്കെ ഇടണേ. അല്ല ഇത് ഇവര് ബോട്ട് കൊണ്ടുപോയിട്ടണ. ആ റെഡ് ബോളാണ് ഇപ്പോൾ എടുക്കണേ. നല്ല ദൂരം ഉണ്ട് നാട്ട്. ഇതിവിടെ എത്തുമ്പോഴത്തേനും ഒരു നേരവും. യെസ് മീൻ ഏകദേശം എടുത്തെത്തി. കുറച്ചും കൂടി. ഇവിടെ മീന് അള്ളാന്റെ മോനെ സാധനത്തെ ആയത്താട്ടോ. ഇത് ചൂര്. മാഷാല്ലാ മീന് ഒക്കെ അടക്കണ കുട്ടികളെ. ചൊറുക്കൊക്കെ മീനിന്റെ എന്താ ലുക്കില്ലേ? ചൊറുക്ക മീൻ എന്തൊരു ഭംഗി. ആ മീനെ കാണാൻ തന്നെ ലുക്ക്. കിടക്കണ ജതി മീനില്ലേ? എന്റെ ഫിനിഷിങ് നോക്ക്. അന്താൻ ബീച്ചാണ്. അന്താൻ ബീച്ച് ഇതെന്താ സംഗതി? ആഹാ ഇനി നാളെ വന്നെടുക്കാം. ആ ഓക്കെ ഓക്കെ. ഇതെന്താണ് ഒരു ഹാപ്പനിങ്സ് റെസ്റ്റോറൻ്റ് ആണല്ലേ അവിടെ? ആ നല്ല ഫ്രെയിമാണ്. ഓക്കെ നൈസ് നൈസ്. നല്ല ഭംഗിയിലെടുക്കാം. ഓ കര ഇറങ്ങിയതാണ് ഇതൊക്കെ. കര ഇറങ്ങിപ്പോയി. ലൈറ്റ് കുറവാണ് ഗൈസ്. നാളെ വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കണം എന്ന് അറിയണ്ടേ നെരിമ. അപ്പോൾ നാളെ കാണാം. അപ്പോൾ നമ്മൾ ബീച്ചിൽ കുറച്ചധികം നേരം സംസാരിച്ചിരുന്നു കേട്ടോ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം. ദ്വീപിലെ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്.
അപ്പോൾ ഇത് ദ്വീപിലെ സ്പെഷ്യലാണ്. ഇന്ന് നൈറ്റ് നമുക്ക് കഴിക്കാനുള്ളത് ഇട്ടുബന്ത് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നാട്ടിലെ ഇറച്ചിച്ചോറൊക്കെ പോലത്തെ ഒരു ഫുഡാണ്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് സംഗതി എന്നുള്ളത്. നജീം സാറോടെ ഒരു കുട്ടീനെ കളിപ്പിച്ചിരിക്കുക, അവിടെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് കാണേ. ഒരു സ്മോക്കി റൈസ് പോലെ ഇട്ടുബന്ത് എന്നാണ് പേര് പറഞ്ഞത്. ഇറച്ചി പീസും പിന്നെ ചോറും കൂട്ടി വെച്ചത്. നമ്മളെ നാട്ടിലെ ഇറച്ചി ചോറൊക്കെ പോലെ അത് ഇവർ ഈ റൈസിൽ ഉണ്ടാക്കിയതാണ്. അത് ഈ സലാഡൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ ഒരു വെറൈറ്റി ഉണ്ട്. ഫുഡ് അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് വീട്ടിൽ ഈ കല്യാണ പണിക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഫുഡാണെന്നോ അങ്ങനെന്തല്ലേ പറഞ്ഞിട്ട്. മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സലാഡും കൂടി മിക്സ് ചെയ്തിട്ട് ആ ബീഫും കൂട്ടി കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, ഇട്ടുബന്ത്. ഓക്കെ, അപ്പോൾ അത് കഴിക്കാൻ പറ്റി, ഒരുപാട് സന്തോഷം. അപ്പോൾ ഗൈസ്, നമ്മൾ അന്താൻ ബീച്ചിൽ കുറച്ച് നേരം പോയി ഇരുന്ന് അവിടുന്ന് എല്ലാവരും കൂടി ഒരു ചായ ഒക്കെ കുടിച്ച് കുറേ നേരം ലുക്ക് ഓപ്പൺ ആയതുകൊണ്ട് ലുക്കിനോട് ഇങ്ങനെ ലക്ഷദ്വീപത്തെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ഇവിടെ നമുക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡിനെ പറ്റി, ഇവിടുത്തെ പെട്രോളിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്, വണ്ടീൻ്റെ വിലനെ പറ്റി, സ്ഥലത്തിൻ്റെ വിലനെ പറ്റി, ഇവിടുത്തെ കല്യാണത്തിൻ്റെ കൾച്ചർ, അങ്ങനെ മൊത്തത്തിൽ ലക്ഷദ്വീപിനെ പറ്റി കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിട്ടോ. നല്ല രസമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റുമായിട്ട്. ലക്ഷദ്വീപത്തെ ആൾക്കാരെ പെരുമാറ്റം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇവർ ഭയങ്കര സാധു മനുഷ്യരാണ്. അങ്ങനെ ഒരു കുഞ്ഞായ്മില്ലാത്ത മനുഷ്യന്മാർ അറിയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് മനുഷ്യന്മാർ. അപ്പോൾ നല്ല രസമായിട്ട് നമ്മൾ കുറേ നേരം അവനോട് വർത്തമാനം പറഞ്ഞിരുന്ന് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് റൂമിൽ തന്നെ പോകുന്നു. നേരത്തെ കാണിച്ചു തന്നില്ലേ, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മളിനിയിപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ പരിപാടി നമ്മളത് കഴിഞ്ഞു. ഇനി നാളെ അടിപൊളി പരിപാടികളാണ് വരാൻ പോകുന്നത്. നാളെ സ്കൂബ ഡൈവിങ്, അതേപോലെ ഗ്ലാസ് ബോട്ട് റൈഡൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത വ്ളോഗിൽ കണ്ടൻ്റായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ദമ്മിൽ നിൽക്കുക, അടുത്ത വ്ളോഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ ഇപ്പോഴും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും 100K എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നാളെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാനായിരിക്കും. അതുവരേക്കും ബൈ ബൈ.